ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കർക്കിടകമൊക്കെ തീരാറായി വരുന്നു. അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് ചില സ്പെഷ്യൽ ആഹാരങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിലൊരു പ്രത്യേകത ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ദോശ കർക്കിടകത്തിൽ തന്നെയാണ്, നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാം. അപ്പോൾ ആ ദോശയ്ക്ക് വേണ്ട വെള്ളത്തിൽ ഞാനിപ്പോൾ രാത്രിയാണ്, നാളെ രാവിലെയാണ് അരയ്ക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം കുതിർക്കാൻ വെക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എല്ലാം കൂടെ ഒരു ഗ്ലാസ് പച്ചരി ചാക്കരി എല്ലാം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത്ര അരി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇതൊരു ചാക്കരി കുത്തരിയാണേ, അതുകൂടെ ഇട്ടതിന് ശേഷം പോരാത്തത് ഞാനിവിടെ ഓൾറെഡി അളന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് നിറച്ച് പച്ചരിയാണ് നമ്മളിവിടെ ഇടുന്നത്. ഇനി നമുക്ക് ആ സെയിം ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ്, ഇത് ബോളുന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മറ്റേ പരിപ്പുഴുന്നാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ ഇട്ടോ. ഇത് കറക്റ്റ് അര ഗ്ലാസ് ഉഴുന്നും കൂടെ ഇടുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ധാന്യങ്ങൾ ഇടണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 6 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. ഇത് കഴുകി വേണം ഇതിൻ്റെ കൂടെ ഇടാൻ. നമ്മളിപ്പോൾ കുതിരാനുള്ള സാധനം മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ, ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ നമ്മുടെ ദോശയ്ക്ക് വേണ്ട മെയിൻ കർക്കിടകത്തിൽ കഴിക്കേണ്ട എല്ലാവരും ഇടുന്നതാണ് സാധാരണ, എന്നാലും ഇതിനൊരു സ്പൂണ് ഉലുവ ഇടുവാണ്. ഇനി നമുക്കിടേണ്ട കുറച്ച് ധാന്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ധാന്യങ്ങൾ വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ നമ്മുടെ ചുമന്ന കടലയാണ്, ഇനി വെള്ളക്കടലയുള്ളവർക്ക് വെള്ളക്കടല ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് ഉഴുന്ന് നമ്മൾ ഓൾറെഡി ഇട്ടു. അപ്പോൾ നമുക്ക് കടലയൊക്കെ എന്തേലും ഇടുന്നെന്ന് നോക്കാം. ഒരുപാട് ഇടരുത് കേട്ടോ. ഇതൊരു വലിയ സ്പൂണാണ് കേട്ടോ. ഈ വലിയ സ്പൂണിന് ഒരു സ്പൂൺ കടല, ആ സെയിം നമ്മൾ സ്പൂണിന് ഇത് നമ്മുടെ ഈ പരിപ്പുവടക്കൊക്കെ ഉള്ള പരിപ്പാണ്, അതിനൊരു സ്പൂണ് നമ്മൾ നിറച്ച് പരിപ്പിടും. പരിപ്പ് ഒരു ശകലം കൂടി ഇട്ടു, നല്ല ടേസ്റ്റാണ് കേട്ടോ. പരിപ്പിട്ടു. ഇനി നമുക്ക് വൻപയർ നമുക്ക് ഒറ്റ സ്പൂൺ, ഇതുപോലെ തന്നെ ഒരു സ്പൂൺ വൻപയർ കേട്ടോ. കൂടുതലൊന്നും വേണ്ട, ഒറ്റ സ്പൂൺ വൻപയർ മതി, ഒരേ ഒരു സ്പൂൺ വൻപയർ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ചെറുപയറും ഇടുന്നുണ്ട് കേട്ടോ. വേണ്ട, അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കേട്ടോ അത്, പക്ഷേ ടേസ്റ്റാണ്. ഒരു സ്പൂണ് ചെറുപയറും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നാളത്തേക്ക് കുതിർത്ത് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ഇത് തന്നെ ധാരാളം ഉണ്ട് കേട്ടോ. ഇത് ഒരു 2 നേരം നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു 4 പേർക്ക് 2 നേരം കഴിക്കാനുള്ള ദോശക്കുള്ള ഇതുണ്ട്. ഇനി നമുക്കിത് ശരിക്കൊന്ന് കഴുകി വെള്ളം ഒഴിച്ചിടണം. ആ കൂട്ടത്തിൽ ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ. ഞാനിപ്പോൾ കായപ്പൊടിയല്ല എടുത്ത്, എനിക്ക് പൊടി ഇഷ്ടമല്ല. ഇത് നമ്മുടെ കട്ടക്കായാണ്, അത് നമ്മൾ നെല്ലിക്ക വലിപ്പത്തിൽ ഇത് ഇതിൻ്റെ കൂടെ വെള്ളത്തിലിട്ട് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാണെങ്കിലും വെക്കാം. അപ്പോൾ ആ വെള്ളം ഇട്ട് നമുക്ക് അരയ്ക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു സാധനം ഇടാൻ മറന്നുപോയേ. നമ്മളിപ്പോൾ അളന്നെടുത്ത ഈ സ്പൂണുണ്ടല്ലോ, എരിവിൻ്റെ അനുസരിച്ച് പിള്ളേരൊക്കെ ഉള്ളവർ ഒരുപാട് ഇടരുത് കേട്ടോ. നമ്മൾ ഓൾറെഡി ചുവന്നമുളക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കുരുമുളക് നമ്മളൊരു 1/2 സ്പൂണ്, ഇത് വലിയ സ്പൂണാണ്, അതിൻ്റെ ഒരു 1/2 സ്പൂണ് നമ്മൾ കുരുമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് കഴുകി വെച്ചിരിക്കുന്നുണ്ട്. ഈ കുരുമുളക് ഒന്ന് കഴുകിയിട്ട് ഇടാം. അവിടെ കഴുകിക്കൊണ്ട് വരാമോ. നമ്മൾ ആ 1/2 സ്പൂണ് കുരുമുളകും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ ഓൾറെഡി കഴുകിയതാണ്. ഈ വെള്ളത്തിൽ നമുക്ക് അരയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ 6 മുളക് എടുത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് ഇച്ചിരി കൂടെ ഇടാം, വേണ്ടാത്തവർക്ക് മുളക് കുറയ്ക്കാം. ഈ 6 മുളക് ഞെടുപ്പ് കളഞ്ഞ് കഴുകി അതുകൂടെ ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. പിന്നെ നമ്മളിവിടെ കായ എടുത്ത് വെച്ചു. കായ ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുവാണ്, കാരണം നാളെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കുതിരാൻ വെച്ചിരിക്കുക. ഇനി ഇത് കുതിർന്നതിന് ശേഷം നാളെ രാവിലെ ഒരു 2-3 ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ട് വേണം ഇത് അരയ്ക്കുക. ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നാളെ ഇത് അരച്ച്, ഈ ദോശയ്ക്കൊരു ഗുണമുണ്ട്, പുളി വേണ്ട. ഇത് പുളി ഇല്ലാത്ത ദോശയാണ്. ഇത് നമ്മൾ അരച്ചിട്ട് മാവ് അപ്പം ചുട്ടിട്ട് ചൂടോടെ കഴിക്കണം, ഒരു കൂട്ടാനും വേണ്ട. പിന്നെ വേണ്ടവർക്ക് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാനിപ്പോൾ ഇവിടെ കടലക്കറി വെച്ചിട്ടുണ്ട്, വേണ്ടവർക്ക് അത് കൂട്ടി കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചമ്മന്തി അരച്ചോ ഒക്കെ, നമ്മുടെ അത് ഇഷ്ടമാണ്, അത് നമ്മുടെ ഓപ്ഷനിലാണ്. പക്ഷെ ഒന്നും വേണ്ട, പക്ഷെ ഭയങ്കര ഗുണമാണ്. ഇത് കർക്കിടകത്തിൽ തന്നെയല്ലേ, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ നാളെ നമുക്കിത് അരച്ച് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ നമ്മൾ അടച്ചു വെക്കുവാണ് കുതിര. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ ധാന്യങ്ങളും ഉണ്ട് കണ്ടോ. ഇത് നമ്മൾ നാളെ ഇത് കുതിർന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇതിപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും, പൊടിച്ച് കിട്ടും. പക്ഷെ അതിനും ഗുണം നമ്മൾ തന്നെ ഇട്ട് അരയ്ക്കുന്നതാണ് നല്ലത്. ഇത് അരച്ച് വരുമ്പോൾ ഈ കായത്തിൻ്റെയൊക്കെ മണം, അത് നമുക്ക് നാളെ രാവിലെ അരി ഇതെല്ലാം അരച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ കുതിരാൻ വെച്ച
ഐറ്റംസ് ഒക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മുളക് ഇതിൽ നിന്നൊന്ന് മാറ്റാം. കാരണം മുളക് ഇപ്പം അരച്ചെടുക്കണ്ട, ഒരുപാട് അരയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഉള്ളി വേണം. ഉള്ളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, ഒരു പിടി ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി അരഞ്ഞെടുക്കണ്ട, ഒരു 1/4 അരവ് മതി. കാരണം ഈ ദോശയ്ക്കൊരു ഈ പയറിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ പയറും പരിപ്പിൻ്റെയൊക്കെ ഒരു ചെറിയൊരു തരിതരി വേണം. ഇനി പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരച്ചോ. നമുക്കപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ആദ്യം. ഇതിപ്പോൾ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഒരു 2 നിർത്ത് അരയ്ക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അരച്ചിട്ട് കാണാം. നമുക്ക് ഈ വെള്ളം തന്നെ ഒഴിക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടി വേണം അരയ്ക്കാൻ, കാരണം ഈ പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സി അരച്ചെടുക്കാം. ഓക്കെ, ഈ രീതി വേണം അരച്ചെടുക്കാൻ. അതായത് ഒരു തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇച്ചിരിയോടെ അരഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അരവ് ഇതാണ് ടേസ്റ്റ്. ഇത്ര അരവാകുള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ കായ ഇട്ടായിരുന്നു. കായൊക്കെ ഇതിൻ്റെ അകത്ത്, ഇത് കായം ചേർന്ന വെള്ളമാണ്. ഇത് ഒരു തരി പോലും നമുക്ക് കളയാൻ പാടില്ല. ഒരു നിർത്തൂടെ അരയ്ക്കാനുണ്ട്, അതുകൂടെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. അതും അരയ്ക്കണ്ട. ഇനി കുഞ്ഞുങ്ങൾ അത് കടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞുങ്ങളുള്ളവർ ഒന്നുകൂടെ ഒന്ന് അരച്ചോ. പക്ഷെ അതിൻ്റെ കറക്റ്റ് ഭാഗം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതുകൂടെ നമ്മൾ അരച്ചെടുക്കും. ഇനി നമുക്ക് ഈ മിക്സിക്കകത്തോട്ട് തന്നെ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു 6 വറ്റൽമുളക് കുതിർത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട്. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് ഒരു പിടി ഉള്ളിയാണ് ഞാനത് ഇട്ടിട്ടുണ്ട്. ഉള്ളിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമുക്ക് കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാടായത്. ഇത് നല്ലൊരു പിടി കറിവേപ്പില എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ഇത് നാടൻ കരിവേപ്പില കേട്ടോ. അപ്പം നമ്മൾ ഇത് അരയ്ക്കുന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത് ഇച്ചിരി ഒന്ന് അരയ്ക്കുകയൊക്കെ ചെയ്യാം, കാരണം അവരുടെ തൊണ്ടയിലും ഒന്നും പോകാതെ. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കേട്ടോ. ഇച്ചിരൂടെ വേണം അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കാം, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമുക്ക് വടിച്ചെടുക്കണം. ഒരു കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. അതായത് ഇത് നമുക്ക് നമ്മുടെ സാധാരണ അട പോലെ ഉണ്ടാക്കാം, ദോശ പോലെ ഉണ്ടാക്കാം. ഇതിന് കോട്ടയത്ത് ഞങ്ങൾ പറയുന്ന പേര് അടതട്ടി എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങളത് ഏത് പേരിലാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫൈനൽ ആയിട്ട് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തവി എടുത്തുകൊണ്ട് വരട്ടെ. ഇനി ഉപ്പിട്ട് വേണമെങ്കിൽ അരയ്ക്കാം കേട്ടോ. കല്ലുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അതിൻ്റെ കൂടെ ഇട്ട് നമ്മളങ്ങ് അരച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടിരുന്നുള്ളൂ. ഇളക്കി നോക്കട്ടെ. ഇതിന് നമുക്ക് പുളി വേണ്ട. പിന്നെ ഇത് വെച്ചേക്കാൻ പാടില്ല കേട്ടോ. പുളിച്ച് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഇത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല. കാരണം നമ്മൾ മാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചാൽ മതി. അല്ല പുളിച്ച് കഴിഞ്ഞാൽ ഈ ദോശയുടെ ഒരു ടേസ്റ്റ് പോകും. ഇനി നമ്മളിതിപ്പോൾ ഉണ്ടാക്കാൻ പാകത്തിനായി. ഇനിയിപ്പോൾ ഞാനിത് കണ്ടോ, ഒരു ദോശമാവ് പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി തീരെ വെള്ളം കുറച്ച് അരയ്ക്കാം, അട പോലെ. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ ദോശ ചൂടാം. ഈ ദോശ ചൂടുന്ന നമ്മൾ നെയ്യിലാണ് കേട്ടോ. ഇന്നത്തെ അടതട്ടിയ സൂപ്പർ, അന്നത്തെക്കാലം ഇച്ചിരി കുറവാണ്. നമുക്കൊരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ചിടുക. നമുക്ക് ദോശ ചുട്ടെടുക്കാം. എൻ്റെ ദോശക്കല്ലൊക്കെ പോയി, പിടിയൊക്കെ പോയി. ദോശക്കല്ല് വാങ്ങിക്കണം. ഈ നോൺ സ്റ്റിക്കിന് വലിയ ആയുസില്ല. അപ്പോൾ നമുക്ക് ദോശ ഒഴിച്ചു. പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ പരത്തണ്ട കേട്ടോ. സാധാരണ നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന പോലെ പരത്തണ്ട. ഓക്കെ, ഇത് മതി. ഇനി നമുക്കിതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് നമുക്ക് നെയ്യ് തന്നെയാണ് കേട്ടോ. ഒരുപാട് നെയ്യ് ഒഴിച്ച് പിള്ളേർക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അവർക്ക് രുചിയാണ്. നമ്മൾ വലിയൊരു കഴിക്കുമ്പം ഹെൽത്തും കൂടെ നോക്കി കഴിക്കണം. പിന്നെ നെയ്യ് നല്ലതാണ്. നമുക്ക് കർക്കിടകത്തിൽ ഇച്ചിരി നെയ്യൊക്കെ സേവിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് മറിച്ചിടാം. പിടി പോയെങ്കിലും ദോശക്കല്ല് സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തെ ഒരുപാട് തീ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇത് ഇച്ചിരി കട്ടി കൂടിയാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേകണം.
അപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഞാൻ ആദ്യമേ ഒരു ദോശ ചെയ്തുകൊണ്ട് ഓൾറെഡി ഇവിടെ ചുട്ട് വെച്ചായിരുന്നു. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണ്ട, എന്നിട്ട് വേണ്ടേ ദോശയായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇതാ ദോശ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിയുടെ മൂക്കണ്ടവർക്ക് മൂക്കം. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ ധാന്യത്തിൻ്റെ ഒന്നും ടേസ്റ്റ് വരികയില്ല. അപ്പം നമ്മുടെ ദോശ റെഡിയായി. കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കുന്നത്. സാധാരണ എനിക്ക് ഇത് തന്നെ തിന്നുന്നതാണ് ഇഷ്ടം. കടലക്കറി കൂട്ടി ഇവന്മാർ കഴിച്ചോളും. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂടാണ്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഒന്നുകൂടെ നല്ല കേട്ടോ പിള്ളേർക്കൊക്കെ. രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൻ്റെ നമുക്ക് അളവ് നമ്മുടെ ഇഷ്ടമാണ്. ആളുകൾ കൂടുതലുള്ള അനുസരിച്ചെടുക്കുക. ഇതിപ്പോൾ 2 ദിവസത്തേക്കുള്ള മാവുണ്ട്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു ഒറ്റ ഗ്ലാസ് പച്ചരിക്കുള്ള രീതിയിലുള്ള അളവിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ കണ്ടതാണ്. അത് നമുക്ക് രണ്ട് നേരം നന്നായിട്ട് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ദോശക്കുള്ള മാവുണ്ട്. അപ്പോൾ ഇനി നല്ല അടുത്ത കർക്കിടകം തീരാറായി. ഇനി എൻ്റെ വരുന്ന വീഡിയോകളൊക്കെ കർക്കിടകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5-6 വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് കർക്കിടക ഉലുവാക്കഞ്ഞി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ 1-2 സാധനങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. കർക്കിടകം തീരുകയല്ലേ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ വയനാട് മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെക്കൊണ്ടാകാവുന്നത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും ഒരുപാട് വരുമാനമൊന്നും ആയിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളത് അവരെ ഹെൽപ്പ് ചെയ്തു. ഇനിയും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് സാധനങ്ങളും ഫണ്ടുകളും ഒക്കെ ചെല്ലുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർ സാധാരണ ജീവിതത്തിലോട്ട് വരുമ്പോഴാണ് അവർക്ക് നമ്മുടെ ആവശ്യം. അപ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ കൊടുക്കാൻ ഇതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ്. അവർ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കുക. എല്ലാവരും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കും. ദൈവം എനിക്കതൊരു വഴി ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ വീഡിയോ ആയിട്ടൊന്നും ഇടാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക. വയനാട് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലിങ്കുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെനിക്ക് പറയാനുണ്ട്. കാരണം നാളെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെട്ടിട്ടോ നമ്മൾ ആരൊക്കെ ഉണ്ടെന്നോ പോലും അറിയാൻ പറ്റത്തില്ല. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വയനാടിന് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നുണ്ട്. നിങ്ങളെ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ലവ് യു.